ഓക്കെ, അറിഞ്ഞല്ലേ? ഭക്തി ഉള്ളൊരു പാട്ടാണത്. ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ട് മണിച്ചേട്ടനത്. അത് അത്രയും റിസ്ക് ഞാൻ എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു കാര്യം പറയേണ്ടതുണ്ട്, നമ്മൾ എല്ലാ എപ്പിസോഡിൻ്റെയും അവസാനം മണിച്ചേട്ടൻ്റെ പാട്ടുകൊണ്ടാണ് തീർക്കാറ്. ഇന്നും മണിച്ചേട്ടൻ തന്നെയാണ് പാടിയത്. പക്ഷേ ഇന്നൊരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മണിച്ചേട്ടനെ നോക്കിയതേ ഇല്ല, ഇദ്ദേഹത്തിൽ തന്നെയായിരുന്നു നമ്മുടെ കണ്ണുകളെല്ലാം. തീർച്ചയായിട്ടും അങ്ങനെ ടേക്ക് ഓവർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ് മണിച്ചേട്ട. എന്തായാലും നമുക്ക് ആളുടെ പേരൊന്ന് ചോദിക്കാം അല്ലേ? യെസ്, പേര് പറയാം. എൻ്റെ പേര് RLV രാമകൃഷ്ണൻ എന്നാണ്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് കണ്ണൻ എന്നാണ്. എവിടെ? അറബിയിൽ പഠിച്ചത്? തൃപ്പൂണിത്തറ RLV കോളേജിൽ നിന്ന് മോഹിനിയാട്ടത്തിലെ ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ കഴിഞ്ഞു. അവിടുന്ന് ഇപ്പം എന്തോ ദേശീയ പുരസ്കാരം കിട്ടിയില്ലേ? ഇപ്പം മോഹിനിയാട്ടത്തിലെ കലാഭാരതി ദേശീയ നൃത്ത പുരസ്കാരം കിട്ടി. അപ്പം എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഡാൻസ് കണ്ടു. ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇതെൻ്റെ സ്വന്തം സഹോദരനാണ്, എൻ്റെ അനുജനാണ് രാമകൃഷ്ണൻ. എന്നേക്കാൾ വലിയൊരു കലാകാരനാണ്. എന്തായാലും എൻ്റെ അനുജൻ മനോഹരമായി ഡാൻസ് കളിച്ചു. കൺഗ്രാജുലേഷൻ. വലിയൊരു ആളായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. അനിയനെ പറ്റി പറഞ്ഞു ചേട്ടൻ. അപ്പോൾ ചേട്ടനെ പറ്റി അനിയൻ എന്താണ് പറയാനുള്ളത്? ഞങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ശാസ്ത്രീയമായിട്ട് സംഗീതവും നൃത്തവും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളൊരു കഴിവ് ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളിലും ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ കഴിവ് ഉപയോഗിച്ച് പാടി കയറി വന്നൊരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശാസ്ത്രീയ നൃത്തം അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് പോകാനായിട്ട് എല്ലാവിധ സപ്പോർട്ടോടും കൂടി എന്നെ പഠിപ്പിക്കുകയും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇന്ന് വരെ എല്ലാ അനുഗ്രഹവും സപ്പോർട്ടും തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് പറയട്ടെ, യാതൊരു തരത്തിലുള്ള റെക്കമെൻഡേഷനുകളും എനിക്ക് വേണ്ടി അദ്ദേഹം ചെയ്യാറില്ല. ഞാൻ എൻ്റെ പഠനത്തിൻ്റെ എന്നെ എപ്പോഴും വിഷമിച്ചിട്ടാണ് എല്ലാ വേദികളിലേക്കും വിടുള്ളൂ. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ആ വിഷമം മൂലം ആ പോയ കാര്യം വാശിയോടെ നേടി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അവനെ വിഷമിപ്പിക്കാറുള്ളതെന്ന് ഞാൻ ചേട്ടൻ്റെ മറ്റൊരു സുഹൃത്തിൽ നിന്നും ഞാൻ പറഞ്ഞറിയുണ്ടായി. ഇപ്പോഴും ആ വാശിയോടുകൂടി തന്നെ എല്ലാവർക്കും അറിയാം, ശാസ്ത്രീയ നൃത്തരംഗത്തും സംഗീത രംഗത്തും ഒരുപാട് കുലപതികൾ വാഴുന്ന സമയത്താണ് ഞങ്ങൾ വെറും കൂലിപ്പണിക്കാരായിട്ടുള്ള രണ്ട് അച്ഛനമ്മമാരുടെ രണ്ട് മക്കളുകൾ. ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടുകളുമില്ല. ജനങ്ങൾ തരുന്ന സ്നേഹം മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. അതുപയോഗിച്ച് ഞങ്ങൾ മുന്നോട്ട് കയറി വരുന്നു. ഒപ്പം എനിക്ക് ഇങ്ങനെ ഒരു ജീവശക്തി, എനിക്ക് എല്ലാ തരത്തിലും ഓജസ്സും ശക്തിയും തരുന്ന ഈ ശക്തി ഉണ്ടെന്നുള്ളൊരു പിൻബലത്തിൻ്റെ പുറത്ത് എനിക്ക് തോന്നുന്നു എന്നേക്കാളും കൂടുതൽ ഇവിടെ ഇരിക്കുന്ന ഓരോ കലാകാരന്മാർക്കും അറിയാം ചേട്ടൻ്റെ സ്നേഹമുള്ള ആ ശക്തിയെക്കുറിച്ച്. ആ ശക്തി നിങ്ങളൊപ്പം തന്നെ ഞാൻ അനുഭവിക്കുന്നു. ഒരിക്കലും ഒരു അനിയൻ എന്നുള്ള രീതിയിൽ ഒരു കൂടുതൽ സപ്പോർട്ടൊന്നും തരാറില്ല. സാധാരണ ഈ കണ്ടുവന്നിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും കൊടുക്കുന്ന പോലെയുള്ള ആ സ്നേഹവും ബഹുമാനവും എല്ലാം എനിക്ക് തന്നതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഈ വേദിയിൽ വരെ വന്ന് നിൽക്കുന്നു. നന്ദി. ഇത് പറയാൻ കാരണം, ഞാൻ ഒരിക്കലും എൻ്റെ അനുജനോട് പറയാറുണ്ട്, കലാഭവൻ മണിയുടെ അനുജനാന്നറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം രാമകൃഷ്ണൻ്റെ ചേട്ടനാണെന്ന് അറിയപ്പെടാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. കാരണം അത്രയും നൃത്തം ചുവടുകൾ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത്രയും കഷ്ടപ്പെട്ട് എത്രയോ നേരം നൃത്തം ചവിട്ടിയിട്ടാണ് ഇപ്പോൾ ഗിന്നസ് ബുക്കിലേക്കും അതിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു നല്ല ഒരു കാലം വരും, പേടിക്കേണ്ട. ഞാനില്ലെങ്കിൽ പോലും നിനക്കൊരു നല്ല കാലം വരും, ദൈവ കൂടെ ഉണ്ടാവും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചേട്ടനുണ്ടായിട്ട് ചേട്ടനിരുന്ന് കാണണം ഞങ്ങളുടെ വളർച്ച. അതിനായിട്ട് ദൈവം ദീർഘായുസ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് സന്തോഷം.